അപ്പൊ ഇതിന് തുടർന്നാൽ ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ്, ഞാൻ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കില്ല, നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. ഇങ്ങനെ സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറെ. എന്തിന് സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. അങ്ങനെ തന്നെ അത് ജനപക്ഷമാണ്. എന്തൊക്കെയാണ് വൈപ്പിനിലെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ 400 ചില്ലാനം കോടി അവിടെ ചെലവാക്കുന്നു. തുച്ഛമായ കോടികൾ മതി വൈപ്പിനിലുള്ളവർക്ക്. ഇത് പറഞ്ഞ രാഷ്ട്രീയമാകും. അത് രാഷ്ട്ര വികസനത്തിന്റെ ഭാഗമാണ്. അതിൽ സിനിമ ഭാഗമാക്കാവുന്നതാണ്. പക്ഷെ അതുപോലും അവര് പ്രചോദിപ്പിച്ചിട്ടില്ല, അല്ലേ? അവർക്ക് നിവേദനം വേണം, അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ, നല്ലതാണ്. ആ വേലായുധൻ ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമാണ്.